എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അന്ത്യനാളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അന്ത്യനാളുകൾ അടുക്കുന്നു എന്നതിന് ചില പ്രധാന അടയാളങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാത്രേ. കള്ളക്രിസ്തുക്കൾ, യുദ്ധങ്ങൾ, ക്ഷാമവും ഭൂകമ്പവും പ്രകൃതി വിനാശങ്ങൾ എന്നിവയുടെ അധികരിപ്പ് അവസാന നാളുകൾ അടുത്തു വരുന്നു എന്നതിൻ്റെ ലക്ഷണമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് അവസാനമല്ല, ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമേ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ഭൂമികുലുക്കവും രാഷ്ട്രീയ കോലിളക്കവും ഇസ്രായേൽ നാടിന് മേലുള്ള ഓരോ യുദ്ധവും അന്ത്യനാളുകൾ വളരെ അടുത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ അന്ത്യനാൾ അടുത്തെത്തിയെന്ന് സൂചിപ്പിക്കുന്നവയെ ആണെങ്കിലും അന്ത്യനാളുകൾ എത്തിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുവാൻ പാടില്ല. അവസാന കാലത്ത് അനേക ദുരുപദേശങ്ങൾ ഉടലെടുക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. 1 തിമോഥെയോസ് 4 അധ്യായം 1 വചനം. അതുപോലെ തന്നെ 2 തിമോഥെയോസ് 3 അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിലും 2 തെസ്സലോനിക്കർ 2 അധ്യായം 3 വരെയുള്ള വചനങ്ങളിലും അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യരിൽ അനേകർ ചീത്ത സ്വഭാവത്തിന് അടിമകളായി സത്യത്തെ മറുതലിക്കുന്നവരായി തീരുമെന്നാണ് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രധാന അടയാളങ്ങളിലൊന്ന് യെരുശലേമിൽ യഹൂദന്മാർ അവരുടെ ദേവാലയം പണിയും എന്നതായിരിക്കും. ഇസ്രായേലിനെതിരെ ലോകജനത ഒന്നിക്കുന്നതും ഒരു അഖില ലോക സർക്കാർ ഉടലെടുക്കുന്നതും അന്ത്യകാലത്തിൻ്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാവുന്ന അടയാളം ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രൂപീകരണം തന്നെയാണ്. AD 70 നിർമൂലമായി പോയ യഹൂദന്മാരുടെ രാഷ്ട്രം 1948 ഒരു സ്വതന്ത്ര നാടായി പ്രഖ്യാപിക്കപ്പെട്ടത്. ദൈവം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും കനാൻ നാട്, അതായത് ശാശ്വത അവകാശമായി വാഗ്ദത്തം ചെയ്തതാണ്. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 8 വചനത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ ആത്മീയമായും രാഷ്ട്രീയമായും ഉയർത്തെഴുന്നേൽക്കുമെന്ന് യെഹെസ്കേൽ പ്രവചിച്ചിട്ടുണ്ട്. അന്ത്യകാല പ്രവചനങ്ങളിൽ ഇസ്രായേലിനുള്ള പങ്ക് കണക്കിലെടുത്താൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി അവരുടെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ ആയിരിക്കുന്നത് നാം അന്ത്യകാലത്തിൻ്റെ വക്കോളം എത്തിയെന്നതിൻ്റെ അടയാളമാണ്. ഇങ്ങനെ അനേകം അടയാളങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ തന്നെ ഉള്ളതുകൊണ്ട് നാം ബുദ്ധിയോടുകൂടെ അന്ത്യകാല സംഭവങ്ങൾ മുഴുവനും നിറവേറ്റുവാൻ ആകാംക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കേണ്ടതാണ്. പ്രിയ ദൈവമക്കളെ, നാം കാണത്തക്കവണ്ണം അനേകം അടയാളങ്ങൾ ഇപ്പോൾ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും ഒരുക്കമുള്ളവരായി കാണപ്പെടാം. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.